ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജോണർ. നമ്മൾ ഇന്ന് ലാസ്റ്റ് സെറ്റ് ഓഫ് മെഡിക്കൽ ടേംസ് പഠിക്കാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നാളെ തൊട്ട് ഇനി സബ്ജക്ട് വൈസ് നമ്മൾ നഴ്സിംഗ് ക്ലാസ്സസ് തുടങ്ങുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് അനാറ്റമി ആൻഡ് ഫിസിയോളജി. അനാറ്റമിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ബോഡി സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പം അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്തായാലും നമുക്ക് ആദ്യം തന്നെ അനാറ്റമി, കാരണം എനിക്ക് തോന്നുന്നു ഒത്തിരി ഫെയിലിയേഴ്സ് വരുന്ന അനാറ്റമിക്കാണ്. പക്ഷെ അനാറ്റമി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സബ്ജക്റ്റ് ആണ്. ഒന്ന് ശ്രദ്ധ കൊടുത്ത് നമ്മൾ എക്സാം എഴുതേണ്ട രീതിക്ക് ഒന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് അനാറ്റമി. നല്ല ഈസി സബ്ജക്റ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാത്തതുകൊണ്ട് എക്സാം എങ്ങനെ എഴുതണം എന്ന് അറിയാത്തോണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ വന്നു പോകുന്നോണ്ടായിരിക്കും. സോ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് അനാറ്റമി നമുക്ക് പഠിക്കാം. സോ ഇന്ന് നമുക്ക് ലാസ്റ്റ് സെറ്റ് ഓഫ് മെഡിക്കൽ ടേംസ് പഠിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സെറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻയൂറസിസ്. ENURESIS. എൻയൂറസിസ് മീൻസ് ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയും. അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് കോമൺലി നമുക്ക് കാണുന്ന ചെറിയ ചെറിയ പിള്ളേരിൽ അല്ലെങ്കിൽ ഭയങ്കര ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരിലാണ്. കാരണം അവർക്ക് യൂറിൻ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടുന്നത് ബെഡ് വെറ്റിംഗ് എന്ന് പറയും. ഓക്കെ, മെയിൻലി എൻയൂറസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ രാത്രി സമയങ്ങളിൽ ആണ് കാണുന്നത്. ബെഡ് വെറ്റിംഗ് ഓർ യൂറിനറി ഇൻകോണ്ടിനൻസ്. ഓക്കെ, അടുത്തത് അതായത് യൂറിൻ ലീക്കേജ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എന്ററൈറ്റിസ്. ENTERITIS. എന്ററൈറ്റിസ് നമ്മൾ ഓൾറെഡി എൻഡറോ എന്താന്ന് പഠിച്ചായിരുന്നു. എൻഡറോ നമ്മൾ ഇതും രണ്ടാക്കി തിരിക്കാൻ പറ്റും, എൻഡറോ പ്ലസ് ഐറ്റിസ്. ഓക്കെ, അപ്പം എൻഡറോ എന്താന്ന് പഠിച്ചായിരുന്നു, ഇൻറ്റസ്റ്റൈൻ. ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. സോ എന്ററൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, നെക്സ്റ്റ് ഇത് ഗ്യാസ്ട്രൈറ്റിസ്. ഓൾറെഡി ഗ്യാസ്ട്രോ എന്താന്ന് പഠിച്ചു, itis. So gastro means stomach, itis means inflammation. So it is the inflammation of the stomach. Next is glossitis. Okay, gloss means tongue. Okay, itis means inflammation. So glossitis means inflammation of the tongue. Next is gastralgia. ഇതും നമ്മൾ പ്രിഫിക്സും സഫിക്സിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രിഫിക്സസിൽ നമ്മൾ പഠിച്ചതാണ് gastro, that is stomach, and plus algia means pain. So gastralgia means pain in the stomach. Next is hepatitis. Hepato means what? Liver. Next is itis. So hepatitis means inflammation of the liver. Next is hysterectomy. That is hystero നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? യൂട്രസ്. ഓക്കെ, then plus ectomy. Ectomy means removal. Okay, സോ നമ്മള് പ്രിഫിക്സസിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഹിസ്ട്രോ, സഫിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എക്ടമി. സോ ഹിസ്റ്ററെക്ടമി മീൻസ് റിമൂവൽ ഓഫ് ദി യൂട്രസ്. നെക്സ്റ്റ് ഇസ് ടെക്കികാർഡിയ. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. കാർഡിയ മീൻസ് ഹാർട്ട്, ടെക്കി മീൻസ് ഇൻക്രീസ്ഡ് ഓർ ഫാസ്റ്റ്. ഓക്കെ, സോ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഓർ ഫാസ്റ്റ് ഹാർട്ട് റേറ്റിനെയാണ് നമ്മൾ ടെക്കികാർഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻസോംനിയ. ഇൻസോംനിയ ഒരു ന്യൂ വേർഡ് ആണ്. ഇൻസോംനിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടി ഓർ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കമില്ലാത്തൊരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഇൻസോംനിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പൈറെക്സിയ. ഇതും നമുക്കൊരു ന്യൂ വേർഡ് ആണ്. പൈറെക്സിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേർഡാണ് ഇൻസോംനിയ, പൈറെക്സിയ ഒക്കെ. ഈ പൈറെക്സിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൈറെക്സിയുടെ വേറെ പറയുന്ന പേരാണ് ഫീവർ. നമ്മൾ എപ്പോഴും പറയുന്ന നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഫീവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനി. ഓക്കെ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഓക്കെ, സ്കിന്നിൽ എന്താ പറയാ ചൂട് കൂടുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫീവർ എന്ന് പറയുന്നത്. സോ ഫീവറിന് വേറെ പറയുന്ന വാക്കാണ് പൈറെക്സിയ. നമ്മൾ ഒരിക്കലും മെഡിക്കൽ ടേമിൽ നമ്മൾ ഫീവർ എന്നല്ല പറയാ, അതിന് നമ്മൾ പൈറെക്സിയ എന്ന് പറയും. ഓക്കെ, next is pharyngitis. Okay, this is also we have studied. Pharynx means അതൊരു ഓർഗൻ ആണ്, നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ ആണ്. itis means inflammation. So pharyngitis means inflammation of the pharynx. Okay, pharynx ഒക്കെ എന്താ നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ മനസ്സിലാവും. അടുത്തത് ന്യൂറാൽജിയ. ഇതും അതേപോലെ തന്നെയാണ്, പ്രിഫിക്സ് പ്ലസ് സഫിക്സ് ആണ് ഇത് വരുന്നത്. ന്യൂറോ മീൻസ് നെർവ്,
ആൽജിയ മീൻസ് പെയിൻ. സോ ന്യൂറാൽജിയ മീൻസ് പെയിൻ ഓഫ് ദി നെർവ്. ഓക്കെ, അല്ലെങ്കിൽ നെർവ് പെയിൻ എന്ന് പറയും. നെക്സ്റ്റ് ഇസ് മയാൽജിയ. ഇതും ഒരു പ്രിഫിക്സ് പ്ലസ് സഫിക്സ് ആണ്. പ്രിഫിക്സ് മയോ പ്ലസ് ആൽജിയ, ദാറ്റ് ഇസ് pain of the muscle or muscle pain. Next is otalgia. Otalgia means ear pain, pain in the ear. Next is myelitis. Myelitis means ഇതൊരു ന്യൂ വേർഡ് ആണ്. ഓൾറെഡി നമുക്കറിയാം itis എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ആണ്. സോ മൈലൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി സ്പൈനൽ കോഡ്. മൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്പൈനൽ കോഡ് എന്നാണ് അർത്ഥം വരുന്നത്. സോ മൈലൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി സ്പൈനൽ കോഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് മെഡിക്കൽ ടെർമിനോളജി. ഒന്നും കൂടെ പറഞ്ഞു തരാം. എൻയൂറസിസ്, ദാറ്റ് ഈസ് ബെഡ് വെറ്റിംഗ് ഓർ യൂറിനറി ഇൻകോണ്ടിനൻസ്, യൂറിൻ ലീക്കേജ് എന്നൊക്കെ പറയും. അടുത്തത് എൻഡറൈറ്റിസ്, ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി intestine. Next is gastritis, that is the inflammation of the stomach. Next is glossitis, inflammation of the tongue. Next is gastralgia, pain in the stomach. Hepatitis, inflammation of the liver. Next is hysterectomy, removal of the uterus. Tachycardia, increased heart rate. Next is insomnia, lack of sleep or sleep disturbance. Next is pyrexia, that is fever or increased body temperature. Pharyngitis, inflammation of the pharynx. Next is neuralgia, pain in the nerve or nerve pain. Next is myalgia, muscle pain. Next is otalgia, that is the ear pain or pain in the ear. Next is myelitis, that is inflammation of the spinal cord. So ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് ഓഫ് മെഡിക്കൽ ടെർമിനോളജീസ്. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോ ഇത്രയും നമ്മളിപ്പം ഓൾമോസ്റ്റ് ഒരു 7 സെക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോ ഈ 7 സെക്ഷൻസിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള നഴ്സിംഗിലേക്ക് കയറുന്നതിന് മുന്നേ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ നഴ്സിംഗ് പഠനം കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഈ നഴ്സിംഗ് ക്ലാസ്സസ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കോളേജിലും ഇങ്ങനെ എല്ലാ ബേസിക് കാര്യങ്ങളും എടുക്കുമായിരിക്കും. ചില കോളേജുകളിൽ എടുക്കും, ചില കോളേജുകൾ എടുക്കില്ല, നേരെ സബ്ജക്റ്റിലേക്ക് പോകും. അപ്പോൾ എന്തായാലും എടുക്കുന്നവർക്കാണെങ്കിലും ഒരു റിവിഷൻ പോലെയും അതേപോലെ തന്നെ എടുക്കാത്തവർക്കാണെങ്കിലും പുതിയൊരു കാര്യം പോലെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോ ഈ 7 സെക്ഷൻസും ഒന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളെല്ലാം എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആണ്. സോ കീപ് ഓൺ ഡൂയിങ് ദാറ്റ്. അതേപോലെ തന്നെ നമ്മളിനി അടുത്ത ക്ലാസ് തൊട്ട് സബ്ജക്ട് വൈസ് നമ്മുടെ നഴ്സിംഗ് ക്ലാസ്സസ് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്തായാലും നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളൊരു വാട്സപ്പ് ചാനലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്തായാലും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ അനാറ്റമി എന്ന സബ്ജക്റ്റ് ആയിരിക്കും തുടങ്ങുക. നമുക്ക് ഫസ്റ്റ് സെമ്മില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനുള്ള രണ്ട് സബ്ജക്റ്റുകളാണ് അനാറ്റമി ആൻഡ് ഫിസിയോളജി, അതേപോലെ തന്നെ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. സോഷ്യോളജി ആൻഡ് സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിക്കാവുന്നതുള്ളൂ. സോഷ്യോളജി എല്ലാവർക്കും തനിയെ പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സൈക്കോളജി പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രമേ സൈക്കോളജിയിൽ എടുക്കുന്നുള്ളൂ. അതേപോലെ അനാറ്റമി ഫിസിയോളജി നമ്മളെല്ലാം എടുക്കുന്നതായിരിക്കും, എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ വീഡിയോസും നിങ്ങൾ മറക്കാതെ തന്നെ കാണണം. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ സോണ സൈനിങ് ഓഫ്.